Hello everyone, welcome to Sandy's Corner. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണം സ്പെഷ്യലാണ്. ഓണത്തിൻ്റെ പട്ടുപാവാട തയ്ക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് ഒന്നും വാങ്ങിക്കാൻ കടയിലൊന്നും പോകാൻ ഒത്തിട്ടില്ല. അപ്പോൾ വീട്ടിലിരിക്കുന്ന സെറ്റ് സാരിയും വെട്ട് കഷ്ണങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സ്കേർട്ടും ടോപ്പും തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ വെട്ടുതുണികളും കൂടി ഞാനിങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഒരു കവറിൽ. അപ്പോൾ ഞാൻ ആ കവറിൽ നിന്ന് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രം ഫസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തെടുത്ത് വെക്കുവാണ്. ഞാൻ ഡിസൈൻ ഉള്ളതൊന്നും എടുക്കുന്നില്ല, പ്ലെയിൻ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഭംഗി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വെട്ടുതുണികളിൽ നിന്ന് ഇങ്ങനത്തെ പ്ലെയിൻ മാത്രം ആദ്യം എടുത്ത് വെക്കുക. ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് ഒരുപാട് ലെങ്ത് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. വിഡ്ത്തും അധികം വേണ്ട, നമ്മൾ പീസ് ആയിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഒരു 2 ഇഞ്ച് വിഡ്ത്ത് കിട്ടുന്നത് ആയിട്ടുള്ള എല്ലാ തുണിയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഇതെല്ലാം ആദ്യം സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ തുണിയും ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിനെ എല്ലാം കൂടെ ഒന്നിന് മേളിൽ ഒന്നായിട്ട് ലെയർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് കട്ട് ചെയ്യാമല്ലോ. ഓരോ തുണിയായിട്ട് ഇരുന്ന് കട്ട് ചെയ്യേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഞാൻ എല്ലാം കൂടി ലെയർ ചെയ്ത് മേളിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിന് ശേഷം നമുക്ക് അത് മെഷർ ചെയ്ത് വെച്ച് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം ലെയർ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 2 ഇഞ്ച് വിഡ്ത്ത് 2 ഇഞ്ച് എടുത്തിട്ട് ഇതിനെ ലെങ്ത് വൈസ് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അത് കഴിഞ്ഞ് നമുക്കത് ലെങ്ത് വൈസ് അതിനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാനെല്ലാം ഒരു 2 ഇഞ്ച് വിഡ്ത്തിൽ ലെങ്ത് വൈസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എല്ലാം ജോയിൻ ചെയ്യണം. അതിനായിട്ട് ഓരോരോ പീസ് കളറ് അത്ര ലൈറ്റ് ടു ഡാർക്ക് അങ്ങനെയൊന്നും വെക്കുന്നില്ല. കോൺട്രാസ്റ്റ് ജോയിൻ ചെയ്യുന്നത് പോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഫുള്ള് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനതിന് അയൺ ചെയ്തിട്ട് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വരും. ഇനിയിപ്പോൾ നമുക്ക് ആ സ്ട്രെയിറ്റ് ഈ ജോയിൻറ്റ് ലൈൻസിലെല്ലാം എന്തെങ്കിലും ഒരു എംബ്രോയ്ഡറി കൊടുക്കാം. എംബ്രോയ്ഡറി ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ലേസ് കിട്ടുമെങ്കിൽ അത് അറ്റാച്ച് ചെയ്താലും മതി. ഞാനിതൊരു വൈറ്റ് ത്രെഡ് വെച്ചിട്ട് ഒരു സാറ്റിൻ സ്റ്റിച്ച് കൊടുത്തിരിക്കുകയാണ് ആ ജോയിൻറ്റ് ലൈൻസിലെല്ലാം. ആ ഒരു ജോയിൻ ചെയ്തതിൻ്റെ ആ എന്താ പറയുക, അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്, ജോയിൻ്റ് ആണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി നമുക്കിത് ലൈനിങ്ങിൻ്റെ കൂടെ വെച്ച് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്കതിനായിട്ട് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എത്രയാണ് ടോട്ടൽ ലെങ്ത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഞാൻ ഇതിൽ 11 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. ഇത് 3.5 ഇയർ ഓൾഡ് ഗേളിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് 11 ഇഞ്ച് മതി. ബിക്കോസ് ഇതൊരു ക്രോപ്പ് ടോപ്പാണല്ലോ. അപ്പോൾ 11 ഇഞ്ച് ധാരാളമാണ്. നമ്മുടെ സീം അലവൻസ് ഒക്കെ പോയിട്ടുണ്ടെങ്കിലും 11 ഇഞ്ചസ് ധാരാളമാണ്. അപ്പോൾ 11 ഇഞ്ചസ് വെച്ചിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ഒരു
റെക്ടാങ്കുലർ പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി വേണം നമുക്കിതിന് ഒന്ന് നടുവേ ഫോൾഡ് ചെയ്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാം ഇതിൽ മാർക്ക് ചെയ്യാം. നിങ്ങളുടെ അടുത്ത് കറക്റ്റ് പാകമുള്ള എന്തെങ്കിലും ഇതുപോലത്തെ ബ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്ലൗസ് വെച്ച് ഈ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തെടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് മെഷർ ചെയ്തെടുക്കണം. ഇപ്പോൾ നെക്ക് ഞാൻ 4 ആണ് എടുക്കുന്നത്. ഷോൾഡർ 10 ആണ് വരുന്നത്. അപ്പോൾ ഇത് നടുവേ ഫോൾഡ് ചെയ്തുകൊണ്ട് ഷോൾഡർ 5 ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ഷോൾഡർ ഡ്രോപ്പ് വന്നിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് ഷോൾഡർ മാർക്ക് ചെയ്യാം. പിന്നെ ഷോൾഡർ 5 വരുന്നതുകൊണ്ട് ആം ഹോളും കറക്റ്റ് 5 തന്നെയായിരിക്കും വരിക. അതിപ്പോൾ എങ്ങനെയാണ് ഏതളവിലാണെങ്കിലും അത് ആ സെയിം ഷോൾഡറിൻ്റെ ലെങ്ത് തന്നെയായിരിക്കും ഈ ആം ഹോളിനും വരിക. അപ്പോൾ അത് മാർക്ക് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഇത് നമുക്ക് വരച്ച് വെക്കാം. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ സ്റ്റൈലിങ്ങിന് ലൈൻസ് മാർക്ക് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഹാഫ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ 3 ആണ് ഷോൾഡർ, 3 ഇഞ്ചസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഹാഫ് 1.5 മാർക്ക് ചെയ്തിട്ട് നമുക്ക് നെക്കും ആം ഹോൾസും ആ ഒരു മാർക്കിങ്ങിലേക്ക് ഒന്നിങ്ങനെ കേർവ് ചെയ്തൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമുക്കത് ലൈനിങ്ങും ഈ പീസും തമ്മിൽ ജോയിൻ ചെയ്യണം. അതിനായിട്ട് റൈറ്റ് സൈഡിൽ ലൈനിങ് വെച്ച് നമുക്കൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇടാം. സ്റ്റിച്ച് ഇട്ടിട്ട് അതിനെ മറിച്ചിട്ട് ഇപ്പോൾ ലൈനിങ് നമ്മൾ ഹെം ലൈനിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നെക്ക് ലൈനും ആം ഹോൾസും ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബയാസിൽ ഒരു 3 പീസസ് കട്ട് ചെയ്തെടുക്കണം. ഒരു 1 ഇഞ്ച് വിഡ്ത്തിൽ 3 പീസസ് കട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ബയാസിൽ കട്ട് ചെയ്ത പീസസ്. അപ്പോൾ ആ പീസിൻ്റെ ഒരു സൈഡ് മാത്രം ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഒരു 1/2 സെൻറ്റിമീറ്റർ മാത്രം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ പീസിനെയാണ് നമ്മൾ ആം ഹോളിലേക്ക് ജോയിൻ ചെയ്യുന്നത്, നെക്കിലേക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ഭാഗമല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ട് ആം ഹോളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ടാണ് നമ്മളതിനെ മടക്കി അടിക്കുന്നത്. അപ്പം മടക്കി അടിക്കുമ്പോൾ നമുക്ക് മറ്റേ ഭാഗം കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓൾറെഡി നമ്മളതിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്താണെങ്കിൽ നമുക്ക് അവിടെ കാണാതെ തന്നെ മേളിൽ കൂടെ അടിച്ചു പോകാമല്ലോ. അതിനാണ് നമ്മൾ ആദ്യമേ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് എല്ലാം നെക്കിലും ആം ഹോൾസിലും ഞാൻ ആ പീസ് ജോയിൻ ചെയ്ത് മടക്കി അടിച്ചിട്ടില്ല, ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കിത് ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ നെക്ക് ലൈനിൽ ഒരു വള്ളി വെച്ചിട്ടാണ് നമ്മൾ നെക്ക് ലൈൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ സാരിയുടെ ബാക്കി വരുന്ന ആ സ്കേർട്ടിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള അതിൻ്റെ ബാക്കി വരുന്ന പോലത്തെ ഒരു കസവ് എടുത്തിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഈ വള്ളി വെച്ച് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ കാണുന്ന മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന പാർട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അതിനെ നമുക്ക് തിരിച്ചിടാം. ഇത് രണ്ടും തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ആ വള്ളീനെ ഈ നെക്ക് ലൈനിലേക്ക് ജോയിൻ ചെയ്യണം. അതിനായിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ വള്ളീനെ വെച്ച് ഈ നമ്മൾ ഓൾറെഡി ബയാസിൽ കട്ട് ചെയ്ത പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ആ പീസിനെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ ആ വള്ളിയും വെച്ച് പോന്നാൽ മതി. ഇപ്പോൾ വള്ളി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് എടുക്കാം. ആം ഹോൾ വരെയുള്ള ലെങ്ത്താണ് വേണ്ടത്. ആം ഹോൾ വരെയുള്ള ലെങ്ത്ത് എടുത്തേച്ച് ആ അളവിൽ നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ഹെം ലൈൻ ടു ആം ഹോൾ ഇവിടെ ഇപ്പം 5.5 ആയിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 6.5 എടുക്കുന്നുണ്ട്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ടിട്ട് 6.5 കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത പീസിനെ നമുക്കിനി ലൈനിങ്ങായിട്ട് ജോയിൻ ചെയ്യണം. അതിനായിട്ട് ആ സെയിം അളവിൽ ലൈനിങ് കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ ലെങ്ത് വൈസ് ഉള്ള ഈ രണ്ട് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറിച്ചെടുക്കണം. മറിച്ചിട്ടതിന് ശേഷമാണ് നമ്മളത് ഫ്രണ്ടുമായിട്ട് ജോയിൻ ചെയ്യുന്നത്.
ഓക്കെ, ഇതിപ്പം വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രണ്ട് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് റൈറ്റ് സൈഡ്സ് രണ്ടും ഫേസ് ടു ഫേസ് വെച്ചിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ കിട്ടും. ഇനിയിപ്പം നമുക്കതിനൊരു പ്ലാക്കറ്റ് വെക്കണം, ബാക്കിൽ ഒരു ഹുക്ക് വെക്കാനായിട്ട്. അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് സെൻറ്റർ പാർട്ട് നോക്കി കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലാക്കറ്റ് അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് ഒരു ലൈനിങ് മെറ്റീരിയൽ തന്നെ എടുക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ ഫോൾഡ് ചെയ്യുന്നത് പോലെ ഫോൾഡ് ചെയ്ത് വെച്ച് ഇങ്ങനെ ആ സൈഡ് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം അതിനെ ഫോൾഡ് ചെയ്ത് വെച്ച് അതിന് മേളിൽ കൂടെ ഒരു 1 ഇഞ്ച് വിട്ടിട്ട് അകത്തേക്കായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതേപോലെ ഇങ്ങേ സൈഡിലും ഞാൻ ഈ മെറ്റീരിയലിനെ തുണി തന്നെ വെച്ചിട്ട് കാണിച്ചു തരികയാണ്. അതിനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പുറം ചെയ്തതുപോലെ അല്ല, ഇപ്പുറം ഇതൊന്ന് മടക്കി വെച്ച് ഇങ്ങനെ നടുവേ ഫോൾഡ് ചെയ്യുക. ഇതേപോലെ നടുവേ ഫോൾഡ് ചെയ്ത് വെച്ച് സൈഡിലൂടെ സ്റ്റിച്ച് കൊടുത്തിട്ട് ഇത് ഫ്രണ്ടിലോട്ട് നിൽക്കുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ അതും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പീസായിരിക്കും. ഇത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ടോപ്പ് ഇരിക്കുക. അപ്പോൾ നമുക്ക് അത് പിള്ളേരെ ഇടിക്കാനാണെങ്കിലും ഭയങ്കര ഈസിയാണ്. ഇനി നമുക്കിവിടെ രണ്ടിടത്തും ഹുക്ക് വെച്ചിട്ട് ഒന്ന് ഹുക്കും അതിൻ്റെ ലൂപ്പും വെച്ച് ഇതിനെ അത്രേ കൂടി ഉള്ളൂ ഇതിന് പണി. അതോടെ നമ്മുടെ ടോപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സെറ്റ് സാരിയും കൊണ്ടാണ് ഇതിൻ്റെ സ്കേർട്ട് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ സ്കേർട്ട് തയ്ക്കുന്നത് കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ അടുത്തായിട്ടിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ.